എങ്ങനെയുണ്ട്? വന്നപ്പോ നല്ല നല്ല സ്പോട്ടിൽ തന്നെ റിസൾട്ട് ഇല്ലേ? ഒത്തിരി പേര് കമന്റ്സിൽ പറഞ്ഞത് അന്ന് ചെയ്തല്ലോ എന്നിട്ട് ഇപ്പൊ എന്താ ആ ഇത്ര പെട്ടെന്ന് വന്നേ, അതാണ് അങ്ങനെ ഒരു ചോദ്യം ചോദ്യം വരുന്നുണ്ട്. വരുന്നത്. ഹായ് ഗൗരി, ഹൗ ആർ യു? വെരി ഫൈൻ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 years അല്ലേ? കല്യാണം കഴിഞ്ഞ സമയത്താ വന്നത്, ഇപ്പൊ 2 വർഷമായി. 2 വർഷമായി. ആ സമയത്ത് ഒരു 1.5 വർഷത്തോളം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. പ്രശ്നമില്ല അല്ലേ? ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫോട്ടോ ഇട്ട് തരുമായിരുന്നല്ലോ, എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന്. നമ്മൾ അന്ന് ചെയ്തിരുന്നത് ഹൈഫോ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ആണ്. അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് MFU, അതായത് മൈക്രോ ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്. ഹൈഫോനെക്കാളും ഒരു പടിയും കൂടെ മുന്നിലാണ്, കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടും. ഹൈഫോ എന്ന് പറയുന്നത് നമുക്ക് പ്രായമായവർക്കും മറ്റും ഈ സ്കിന്നിങ്ങനെ തൂങ്ങുന്ന സാഗ് ചെയ്യുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയുള്ള സർജറി ഒന്നും ഇല്ലാത്ത, നീഡിൽസ് ഒന്നും ഉപയോഗിക്കാത്ത, വേദനയൊന്നും എടുക്കാത്ത ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനർജി ഉപയോഗിച്ച് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് എനർജിയാണ്. അൾട്രാസൗണ്ട് എനർജി നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസിക്കും ചെറിയ നവജാത ശിശുക്കൾക്കും വരെ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അത്രത്തോളം അത് യാതൊരുവിധ അപകടങ്ങളും ഇല്ലാത്ത ഒരു മൊഡാലിറ്റിയാണ്. ഈ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ ഓരോ ഡെപ്തിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സ്കിന്നിനൊന്നും സംഭവിക്കത്തില്ല, പുറമേ ഉള്ള നമ്മൾ ഏത് ഡെപ്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഡെപ്തിലാണ് ഹീറ്റിങ് വരുന്നത്. ഹീറ്റിങ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നമ്മുടെ ഈ ചുളുങ്ങിയിരിക്കുന്ന സ്കിൻ അവിടെ ടൈറ്റാവും. പിന്നെ നമുക്കിപ്പം ഒരു 6 മില്ലിമീറ്റർ തൊട്ട് നമുക്ക് ഫാറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഫാറ്റ് കൂടുതൽ ഡബിൾ ചിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കവിളൊക്കെ ഒത്തിരി വീർത്ത് ഡബിൾ ചിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഡെപ്തിൽ നമുക്ക് ഫാറ്റിനെ ഹീറ്റ് ചെയ്യാനും, ഫാറ്റ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഫാറ്റ് മെൽറ്റായി പോവുകയും ചെയ്യും. അപ്പോൾ അത് 6 മില്ലിമീറ്റർ ഡെപ്തിൽ. ബാക്കിയുള്ള ഡെപ്തിലെല്ലാം നമ്മുടെ സ്കിൻ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു 20-25% റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം, സ്കിന്ന് നല്ലോണം ഒതുങ്ങും. അതിനുശേഷം ഈ എവിടെയാണോ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് അവിടെ ബോഡി പുതിയതായിട്ട് കൊളാജിൻ, ഇലാസ്റ്റിൻ തുടങ്ങിയ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്ന ഫൈബേഴ്സ്. ആക്ച്വലി നമ്മുടെ സ്കിൻ സാഗ് ചെയ്യുന്നത് ഈ കൊളാജിനും ഇലാസ്റ്റിനും നമുക്കൊരു ഏജ് കഴിയുമ്പോൾ സ്കിന്നിൽ കുറയുന്നതാണ് സ്കിൻ സാഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഹീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആ ഹീറ്റിൻ്റെ ഒരു റിയാക്ഷനായിട്ട് ബോഡി പുതിയതായിട്ട് കൊളാജിനും ഇലാസ്റ്റിനും ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ടുള്ള ഒരു 20% കഴിഞ്ഞിട്ടുള്ള ഫുൾ ടൈറ്റനിങ് വരുന്നത് ഒരു 4 ആഴ്ച തൊട്ട് 6 ആഴ്ച വരെ വരുമ്പോഴാണ്. അപ്പോഴാണ് ബോഡി അതിനെ കംപ്ലീറ്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്ത് കൊളാജിൻ ഇലാസ്റ്റിൻ റീജനറേറ്റ് ചെയ്ത് ഫുൾ റിസൾട്ട് കിട്ടുന്നത്. പേർക്ക് എന്റെ അടുത്ത് ചോദിച്ചത് ഇത് മെയിൻറ്റെയിൻ ചെയ്യണോ, അങ്ങനെ കുറെ ചോദിച്ചായിരുന്നു. അപ്പൊ അതിനൊരു റിപ്ലൈ വേണമെങ്കിൽ ഓഡിയൻസിനെ കുറച്ചും കൂടെ. അതെ, ഇതിന് തീർച്ചയായും മെയിൻ്റെനൻസ് വേണം. കാരണം നമുക്ക് ഏജ് മുന്നോട്ട് പോവാണ്. അപ്പൊ നമുക്ക് സാഗിനെസ്സും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കൊളാജൻ, ഇലാസ്റ്റിൻ ലൂസനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇതിനെ മെയിൻ്റെനൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതും ഓരോ പ്രായത്തിൽ ഓരോ രീതിയിൽ മെയിൻ്റെനൻസ്. ഇപ്പൊ 50 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ മേ ബി വൺസ് ഇൻ ഇയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ചിലപ്പം ചെയ്യേണ്ടിയും വരത്തില്ല. ഇപ്പം ഗൗരിക്കാണ് നമ്മൾ 2 വർഷമായി ചെയ്തിട്ട്. പക്ഷെ ഇപ്പൊ 50 വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ, കാരണം അവരുടെ ഇലാസ്റ്റിറ്റി മറ്റവരെ കമ്പയർ ചെയ്ത് കുറവായിരിക്കും. അപ്പൊ ചിലപ്പോൾ ഒരു 6 മാസത്തിലൊരിക്കലോ 8 മാസത്തിലൊരിക്കലൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യും. പിന്നെ ഇത് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ അങ്ങനെ ലേസർ ബീംസോ അങ്ങനെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അൾട്രാസൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ സൈഡ് എഫക്ട്സ് ഉണ്ടോ? കാരണം ഇപ്പൊ ഒരുപാട് വീഡിയോസും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ കാരണം ആൾക്കാരുടെ മനസ്സിൽ ഇത് ചെയ്താൽ പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോ, അങ്ങനെ ഒരുപാട് പേടിയുണ്ട് ആൾക്കാർക്ക്. അപ്പം അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് ഏറ്റവും സേഫ്. പിന്നെ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇഞ്ചക്ടബിൾസ് ഒന്നുമില്ല. നമ്മൾ ത്രെഡ് ലിഫ്റ്റ്, ബോട്ടോക്സ്, ഫില്ലേഴ്സ് അങ്ങനത്തെ ഉള്ള ഇഞ്ചക്ടബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാം. ഡോക്ടർ, എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ഏരിയ, അതായത് എനിക്ക് ഇങ്ങനെ നിന്ന് സൈഡ് എടുക്കാൻ പറ്റുന്നില്ല. അതെന്റെ ഫ്രണ്ട് നോക്കുമ്പോ വലിയ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സൈഡ് ആംഗിൾ എടുക്കുമ്പോ എന്റെ ജോ ലൈൻ വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. പക്ഷെ ആ സമയത്ത് നമ്മളെ ചെയ്തപ്പോഴത്തേക്കും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് ആ ഒരു വിസിബിലിറ്റി ഒന്ന് കുറഞ്ഞു. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഒന്ന് എടുക്കേണ്ടത്. അത് നമ്മളിതിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ പലരും ഒരു 40s കഴിയുമ്പോൾ ഈ തൂങ്ങി വരുന്നത് ശ്രദ്ധിക്കത്തില്ല. എന്നിട്ട് ഇവിടെ 2 നെല്ലിക്ക പോലെ വന്നതിന് ശേഷമാണ് ആൾക്കാർ അയ്യോ എനിക്കിത് വന്നു ഇനി മാറ്റി തരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പ്രൊസീജിയേഴ്സ് കൂട്ടേണ്ടി വരും.
നമുക്ക് ആ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനത്തെ കുറേ, പിന്നെ നമ്മുടെ എമൗണ്ടും അതിനനുസരിച്ച് എല്ലാം അങ്ങനെ വ്യത്യാസപ്പെടും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ് നമ്മളത് ചെയ്തു തുടങ്ങി ആ ഒരു സമയത്ത് തന്നെ കണ്ടിന്യൂറ്റി ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു സ്റ്റാറ്റിക് ആയിട്ടൊരു സംഭവം അല്ല നമ്മൾ ഈ ചെയ്തു കൊടുക്കുന്നത്. ഒത്തിരി പേര് കമന്റ്സിൽ പറഞ്ഞത് അന്ന് ചെയ്തല്ലോ എന്നിട്ട് ഇപ്പൊ എന്താ വന്നേ, അതാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ അത് മെയിൻ്റെനൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും പെർമനന്റ് ആയിട്ട് നിൽക്കുന്നില്ല, നമ്മൾ അതിനെ എങ്ങനെ കൊണ്ടുപോകുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർ അവെയർ ആണ്, പണ്ടത്തെക്കാട്ടിലേക്ക് ഒരുപാട് അവെയർ ആയി. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഒത്തിരി പേര് കോൺഷ്യസ്. അപ്പൊ നമ്മളെപ്പോഴും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ ആൾക്കാർക്ക് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ശരി ശരി. ആണ് നമ്മുടെ MFUന്റെ മിഷൻ, ഡബ്ലോ എന്ന് പറഞ്ഞിട്ടൊരു മിഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഹൈഫോനെക്കാട്ടിലും കുറച്ചും കൂടെ ലേറ്റസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഈ MFU മിഷൻ. ഇതിനകത്ത് നമുക്ക് സ്കിൻ ടൈറ്റനിങ്ങിന്റെ പ്രോബ്സും കൂടെ ഉണ്ട്. അത് ചെറിയ എനർജിയിലും മൈക്രോ എനർജിയിലും സ്കിൻ ടൈറ്റനിങ് പ്രോബ്സും കൂടെ വരും. ഇത് സിനർജി ഡോട്ടിംഗ് എന്ന് പറയും. ഇതിന്റെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഇതിന്റെ അടുത്ത 2000 ബാറിന്റെ ആണ് ന്യൂവയുടെ മിഷനാണ്. ന്യൂവേ എന്ന് പറയും. അവരുടെ തന്നെ വിത്ത് ലിപ്പോസോണിക്സും കൂടെ. ഇത് നമുക്കിപ്പം ചെറിയ എന്താ പറയുക വയറ്റിലൊക്കെ എക്സസ് ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, മുഖത്ത് ഒരുപാട് ഫാറ്റ് ഉണ്ടെങ്കിൽ ഫാറ്റ് റിഡക്ഷന് നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ലിപ്പോസോണിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂവയുടെ മിഷനകത്ത് ലിപ്പോസോണിക്സും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പൊ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ്, ഫാറ്റും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് രണ്ടുമാണ് ഈ ഹൈഫൂന്റെ അല്ലെങ്കിൽ MFUന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് മിഷൻസ്. നോക്കിക്കേ എങ്ങനെയുണ്ട്? വന്നപ്പോ നല്ല നല്ല സ്പോട്ടിൽ തന്നെ റിസൾട്ട് ഇല്ലേ? അല്ല മറ്റേ വന്നപ്പോ നല്ല തൂങ്ങി കിടക്കുമല്ലായിരുന്നോ? നല്ല ഡിഫറൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ ഒന്ന് ട്രൈ ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിച്ച് പോലെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ഇതും ഇവിടെ ഒരു ഡിച്ചും, ഇത് രണ്ടും കൂടെ ഞാനിപ്പം ഇതുണ്ട്. നമ്മൾ ഫില്ലർ ഒന്നും ചെയ്യാതെ കിട്ടിയതാ. സാധാരണ ഫില്ലേഴ്സ് ഒക്കെ ചെയ്താലേ നമുക്ക് ഇപ്പൊ നമുക്ക് ജോലൈൻ കാണാം. ഈ തൂങ്ങി കിടന്ന ഇപ്പൊ ഇല്ല. നമ്മൾ വന്നപ്പോ ഇങ്ങനെ അത്രയും സാഗ് ചെയ്ത് കിടന്നയാ. അതൊന്ന് ഇനി ശരിക്കും ഡേ ബൈ ഡേ കുറച്ചും കൂടെ ടൈറ്റാവും. ഇവിടെ ഒന്നും ചെയ്യാതെ തന്നെ ഇപ്പൊ കണ്ടില്ലേ ഇവിടെ ലിഫ്റ്റഡ് ആയി. ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ആക്ച്വലി ഫേസ് ടച്ച് ചെയ്തില്ല, ലോവർ ജോ ലൈൻ മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും മുഖം അങ്ങ് ഒതുങ്ങി സെറ്റായി. നോക്കിയല്ലേ? മസാജ് ചെയ്ത് റെഡിയാക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, വേദന ഇല്ലായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് നോക്കാം. എന്നിട്ടൊരു ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ വഴിക്ക് പോകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കയറിക്കും മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ലോവർ മാത്രം ഒന്നുകൂടെ ഒന്ന് ചെയ്തു തരാം കേട്ടോ. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? പേടിയൊക്കെ മാറിയില്ലേ? ചെറിയ പേടി ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ശരി ശരി. അത് നമ്മൾ ആ മറ്റേ MFUന്റെ മെഷീനകത്ത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പെയിനും കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റൊരു വൈബ്രേഷൻ നമുക്ക് ബാക്കിയുള്ള മെഷീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് പെയിൻ കുറവാണ്. ആക്ച്വലി ഇനി ഒരു ടൈറ്റനിങ് കൂടെ ചെയ്യാനുണ്ട്. ഞാനൊരു ചെറിയ മെഷീൻ കണ്ടില്ല, ഇപ്പൊ ഇതിനകത്ത് എല്ലാ മെഷീനകത്തും ഈ ഒരു ടൈറ്റനിങ് കൂടി RFും കൂടെ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ ചെയ്തിട്ടില്ല. അതപ്പം ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അടുത്ത സിറ്റിങ്ങിന് വരുമ്പോൾ അതിന്റെ കൂടി ഈ ടൈറ്റനിങ് കൂടെ ചെയ്തുതരാം. അപ്പൊ ഈ ലൂസ് സ്കിന്നും കൂടെ അങ്ങ് ടൈറ്റ് ആയിക്കോളും. കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടും നമുക്ക്. ഇപ്പൊ തന്നെ വ്യത്യാസമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഹാപ്പി ആയില്ലേ?